കളിവിൽ നിരവധി പുതുതാരങ്ങളുടെ പുത്തുണർവ് നേടിയ കേരള ഫുട്ബോളിനെ കൂടുതൽ മികവുറ്റതാക്കാൻ പുതിയൊരു അക്കാദമി കൂടി പിറവിയെടുക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്കടുത്ത് തേഞ്ഞിപ്പാലം ആസ്ഥാനമായി രൂപംകൊണ്ട കേരള വാണ്ടറേഴ്സ് ഫുട്ബോൾ അക്കാദമിയാണ് ഗതിവേഗമുള്ള യൂറോപ്യൻ ഫുട്ബോളിന്റെ മാതൃകയിൽ പുതുതലമുറയെ വാർത്തെടുക്കാൻ നൂതന പദ്ധതികളുമായി രംഗത്ത് വരുന്നത്. പ്രമുഖ ബ്രിട്ടീഷ് ക്ലബുകളിലൊന്നായ ബോൾട്ടൺ വാണ്ടറേഴ്സിന്റെ ഗ്ലോബൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് മാനേജറും യുഎഫ കോച്ചുമായ പോൾ വോസ്നിയുടെ സാങ്കേതിക മേൽനോട്ടത്തിലായിരുന്നു വാണ്ടറേഴ്സിന്റെ പരിശീലനം. കേരള വാണ്ടറേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെയും ഫുട്ബോൾ സെമിനാറിന്റെയും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് ധർമ്മഗിരി കോളേജിലേക്ക് എത്തിയ എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ളവരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ആഭിഷേക അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹോഷ്മമായ അഭിവാദ്യം. ഒരുപാട് കാലത്തെ ഒരാഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്ന സന്തോഷമാണ് കേരള വാണ്ടറേഴ്സ് ഫുട്ബോൾ അക്കാദമി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉന്നത നിലവാരവും കാര്യക്ഷമതയും പുലർത്തുന്ന ഫുട്ബോൾ അക്കാദമി എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു കഴിഞ്ഞ വർഷത്തോളം ഇരുന്നത്. കേരള സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് അതിഥിയായി എത്തിച്ചേർന്ന പോൾ വോസ്നിയെ കാണാനുണ്ടായ നിമിത്തം അതിന് ശക്തമായ പിന്തുണ. അദ്ദേഹവുമായി നേരിട്ടും അല്ലാതെയും നിരന്തരമായി സംസാരിച്ചു. യൂറോപ്യൻ സ്റ്റൈൽ ഫുട്ബോളിന്റെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ബാലപാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പോൾ വോസ്നിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നിലവിൽ ഇംഗ്ലണ്ടിലുള്ള ബോൾട്ടൺ വാണ്ടറേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ ഗ്ലോബൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് മാനേജറാണ്. അതോടൊപ്പം AFC Pro ലൈസൻസ്, UEFA A ലൈസൻസ്, FA മാനേജേഴ്സ് അക്കാദമി ലൈസൻസ് തുടങ്ങിയ ലൈസൻസുകളും നീണ്ട 30 വർഷത്തിലേറെ ഫുട്ബോൾ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വവുമാണ്. പോൾ വോസ്നിയായിരിക്കും കേരള വാണ്ടറേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് യൂറോപ്യൻ സ്റ്റൈൽ ഫുട്ബോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. കഴിഞ്ഞ ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിസിറ്റാണ്. കഴിഞ്ഞ 6 ദിവസമായി പോൾ വോസ്നി നമ്മുടെ അക്കാദമിയിലെ എല്ലാ സെന്റേഴ്സും സന്ദർശിച്ച് നമ്മുടെ കുട്ടികളുടെ നിലവാരങ്ങൾ മനസ്സിലാക്കി. ഇനി അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങിയിട്ട് ആവശ്യമായിട്ടുള്ള സിലബസുകൾ അദ്ദേഹം തന്നെ ഏറ്റവും ഉണ്ടാക്കുക. അതോടൊപ്പം യൂറോപ്യൻ രീതിയിലുള്ള പ്രാക്ടീസ് കൊണ്ടുവരാൻ അദ്ദേഹം കോച്ചുമാർ ഒരുപാട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനിങ്ങുകൾ നടത്തുക. അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത അക്കാദമി തന്നെ കൊണ്ടുവന്ന ഫുട്ബോൾ ആപ്പാണ്. ആ ആപ്പിൽ അക്കാദമിയിലുള്ള ഓരോ വിദ്യാർത്ഥികളെയും മാസം മാസം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. അക്കാദമിയുടെ ഉദ്ഘാടന പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അക്കാദമിക്ക് വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളറുമായിട്ടുള്ള പ്രിയപ്പെട്ട യു ഷറഫ് അലി സാറാണ്. ഞങ്ങളുടെ ക്ഷണം വളരെ സന്തോഷത്തോടെയാണ് സാർ സ്വീകരിച്ചത്. അക്കാദമിക്ക് എല്ലാവിധ സപ്പോർട്ടും സാറിന്റെ ഭാഗത്തു നിന്നുണ്ട്. അക്കാദമിയുടെ ലോഗോ നേരത്തെ പ്രകാശനം ചെയ്തതും സാറാണ്. സാറെ ഞാൻ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ കീനോട്ട് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട പോൾ വോസ്നിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്ന് സംസാരിക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട UM ഹംസ സാഹിബിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവർ, സ്വാഗത പ്രസംഗത്തിൽ അഭിഷേകിൽ പറഞ്ഞതുപോലെ ഇത് ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ഒരുപാട് കാലമായി താലോടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. 5 മിനിറ്റാണ് അധ്യക്ഷ പ്രസംഗത്തിന് ഉദ്ദേശിച്ചത്. ആദരണീയനായ ഉദ്ഘാടകന്റെ സാർ വളരെ ദൂരത്ത് വരികയാണ്, എറണാകുളത്ത്. ഉദ്ഘാടനം കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗം ചെയ്യാമെന്ന് വിചാരിച്ചതാണെങ്കിലും ഒരു ചെറിയ ഇൻട്രോ അഭിഷേക് പറഞ്ഞ കാര്യങ്ങൾക്ക് അനുബന്ധം എന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ സാറിൻ്റെ സമ്മതം സ്വീകരിച്ചുകൊണ്ട് 2 വാക്ക് പറയുന്നു. കാലങ്ങൾക്ക് മുമ്പേയുള്ള സ്വപ്നമായിരുന്നു. അഭിഷേക് PGക്ക് ലാങ്ഷയറിൽ പോയപ്പോൾ അവിടെ തെരഞ്ഞെടുത്തത് തന്നെ അത് വലിയ യൂറോപ്യൻ ഫുട്ബോൾ ടീമുകളുടെ ഒരു ആസ്ഥാനമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. മാഞ്ചസ്റ്റർ ലാങ്ഷയർ. അവിടെ നിന്ന് ഉയരുകൊണ്ടതാണ് വാസ്തവത്തിൽ ഈ അക്കാദമിയെ കുറിച്ചുള്ള സ്വപ്നം. ആ ആഗ്രഹം സ്വപ്നം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. ആ സമ്മിറ്റിൽ അഭിഷേകും അവന്റെ സുഹൃത്ത് നസറുദ്ദീൻ മജീദും പങ്കെടുത്തു. സർക്കാരിന്റെ ക്ഷണമനുസരിച്ചല്ല അവർ ആ സമ്മിറ്റ് കാണാൻ പോയതാണ്. അത്രേ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പക്ഷെ അവിടെ വെച്ച് അതിപ്രഗത്ഭനായ പോൾ വോസ്നിയെ കാണാനുള്ള ഒരു അവസരമുണ്ട്. അത് വാസ്തവത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പോൾ വോസ്നി, ഞാൻ ഇവിടെ ഫുട്ബോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികള് അവരുടെ കൂടി അറിവിലേക്ക് പറയാം. വേദിയിലും സദസ്സിലും വളരെ പ്രഗത്ഭരായ ഫുട്ബോൾ സംഘാടകര് ഒരാളെത്ര കണ്ട് ഉയരുന്നു അത്ര കണ്ട് അവര് വിനീതരാകും എന്നുള്ളത് ഒരു സത്യമാണ്. പോൾ വോസ്നിയുടെ കാര്യത്തിൽ അത് വളരെ വലിയ സത്യമാണ്. പോൾ വോസ്നി ബോൾട്ടൺ വാൻഡറേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ ഗ്ലോബൽ ഡെവലപ്മെന്റ് മാനേജറാണ്. UEFA A ലൈസൻസ് ഹോൾഡറാണ്. അതേപോലെ തന്നെ AFC പ്രോ ലൈസൻസ് കോച്ചാണ്. തുടർന്ന് പോൾ വോസ്നിയെ പരിചയപ്പെടുത്താൻ ഒരു നീണ്ട അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. പക്ഷേ ഇപ്പൊ അവർക്ക് മനസ്സിലാവും അവരെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ്. അവരത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അദ്ദേഹത്തിന്റെ ആ കമ്മിറ്റ്മെന്റ്, കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ഈ അതിയായ സ്നേഹമസൃണമായ താല്പര്യമൊക്കെ അനുഭവിച്ചറിയാൻ കേരള വാൻഡറേഴ്സ് കുറച്ചു കാലമായി 3 ഗ്രൗണ്ടുകളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്കത് ബോധ്യമാകും. ഈ സാറിന്റെ കൂടെ നിർദ്ദേശം അനുസരിച്ച് ആദ്യം ഒരു സ്പോർട്സ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം. കോഴിക്കോട് ഹൈലൈറ്റ് ഓഫീസായി ഹൈലൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഓഫീസ് ഇട്ട് അത്ലീവോ സ്പോർട്സ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പോൾ വോസ്നിയുടെ കേരള വിസിറ്റ് പ്ലാൻ ചെയ്തു. അതനുസരിച്ച് പോൾ വോസ്നി കേരളത്തിൽ വന്നു. കോച്ചസിനെ കോൾഫോർ ചെയ്തു. വളരെ മിടുക്കരായ കോച്ചുമാര് 8 പേരോളം ആ കോൾഫോർ ചെയ്തതനുസരിച്ച് വന്നു. യൂറോപ്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ തിയററ്റിക്കൽ ക്ലാസ്, അതേക്കുറിച്ച് പറയാൻ ഞാൻ അർഹനോ ആളോ അല്ല, വളരെ പ്രഗത്ഭരായ ആളുകളാണ് വേദിയിലുള്ളത്. അതേക്കുറിച്ച് അവർക്ക് ഒരാഴ്ചയോളം നീണ്ട ക്ലാസ് കൊടുത്തു. അടുത്ത വിസിറ്റ് പോൾ വോസ്നി അദ്ദേഹത്തിന്റെ മകൻ ബേർലി FC-യുടെ അക്കാഡമിക് കോച്ച്, ബ്രിട്ടീഷ് അക്കാഡമിക് കോച്ച് ഹീനൻ വോസ്നിയുമായിട്ടാണ് അടുത്ത വിസിറ്റ് ഉണ്ടായത്. ഒന്നുകൂടി ഞാൻ ചെറിയ കുട്ടികൾ മനസ്സിലാക്കാൻ പറയുകയാണ്. അവരോടുകൂടി ചോദിച്ചുകൊണ്ട് തന്നെ ക്ഷമാപണത്തോടെ പറയുന്നത്, എപ്രകാരമാണ് ചെറിയ കുട്ടികളെ വളർത്തുക എന്നതിന്റെ ഒരു വലിയ മാതൃക കൂടിയാണ്.
മൂന്നാമത്തെ വയസ്സിൽ കീനൻ ഗോസ്നിക്ക് പോൾ ഗോസ്നി എന്ന ഫുട്ബോളിന്റെ ആധികാരിക വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഫുട്ബോൾ നൽകുകയാണ്. ആ കൊച്ചു കുഞ്ഞിന്റെ പാദങ്ങളിൽ ഫുട്ബോൾ തഴമ്പ് പോലും ശ്രദ്ധിക്കുകയുണ്ടായി. ആ തഴവുമായിട്ട് ഫുട്ബോൾ രംഗത്ത്, യൂറോപ്യൻ ഇംഗ്ലീഷ് ഫുട്ബോൾ രംഗത്തെ ഫുട്ബോളുമായുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെ അതിപ്രഗത്ഭനായ ഫുട്ബോൾ താരമായി പിന്നീട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മുൻനിര ടീമുകളിൽ ഒന്നായ ബേർലി FC-യുടെ അക്കാഡമിക് കോച്ചായി. അത് ചെറിയ ഒരു സംഗതിയല്ലല്ലോ. അപ്പോ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു സംരംഭത്തിന് ഗ്രൗണ്ടുകളുടെ അന്വേഷണം ആരംഭിച്ചു. ആ ഗ്രൗണ്ടുകൾക്ക് സഹായം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സക്കീർ ഹുസൈൻ സാർ ഉൾപ്പെടെ അതിന് സഹായങ്ങൾ നൽകി. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ മറ്റു 2 ഗ്രൗണ്ടുകളിലും. ആ സമയത്താണ് നമ്മുടെ ഈ പൂവല്ലൂർ ഫൗണ്ടേഷൻ സ്ഥാപിച്ച ധർമ്മഗിരി കോളേജ്, ഈ കോളേജുമായിട്ടും മാനേജ്മെന്റുമായിട്ടുള്ള അടുത്ത ബന്ധം, ആത്മബന്ധം ഈ കോളേജ് കണ്ടെത്താൻ വലിയ സഹായമായി. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ കോളേജിന്റെ ഒരു വലിയ പ്രത്യേകത, തീർച്ചയായും ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വിമ്മിംഗ് പൂൾ ആരംഭിച്ച ഒരു സംരംഭം ഒരു പക്ഷെ നമ്മൾ എവിടെയും കേൾക്കില്ല. കോളേജ് ഒരു അക്കാഡമിക് സംരംഭമാണ്. സ്വിമ്മിംഗ് പൂൾ കായികമായ ഒരു സംഗതിയാണ്. പക്ഷേ ഈ കോളേജിന്റെ ആരംഭം സ്വിമ്മിംഗ് പൂളോട് കൂടിയാണ്. അത്രയും അവിടെ നമ്മോട്ട് ഒരു വലിയ 11,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ടർഫ്, 25,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു മൺ ഗ്രൗണ്ട്, ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ഗ്രൗണ്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട് അതിന്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഈ ധർമ്മഗിരി ക്യാമ്പസ് ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് വളരെ സദയം ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഇതുപോലുള്ള സംഗതികൾക്കായി തന്നത് കേരള അത്ലീഗോ സ്പോർട്സ് വെഞ്ചേഴ്സ് ഈ മാനേജ്മെന്റിനോട് ഏറെ നന്ദിയുള്ളവരാണ്. അപ്പോ ഈ രീതിയിലാണ് ഈ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും. അതോടൊപ്പം പ്രാദേശിക സ്റ്റേഡിയങ്ങളെയും കേന്ദ്രീകരിച്ച് ട്രെയിനിങ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പ്രീമിയം ലെവൽ ഫുട്ബോൾ അക്കാദമിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പ്രതിഭകളെ വാർത്തെടുക്കുന്ന പ്രീമിയം ലെവൽ അക്കാദമി. അത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. അതിപ്രഗത്ഭനായ പോൾ ഗോസ്നിയും കീനൻ ഗോസ്നിയും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയ ഒരു പ്രോമിസ് ഉണ്ട്. പ്രഗത്ഭരായ കുട്ടികൾ, നമ്മുടെ കേരളത്തിലെ കുട്ടികളെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമാണ്. അത് ഇന്റർനാഷണൽ സെഷനിൽ അവരുടെ പ്രസന്റേഷനിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവർ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, പ്രഗത്ഭരായ കുട്ടികളാണെങ്കിൽ അവർക്ക് യൂറോപ്യൻ ഫുട്ബോളുമായി, വളരെ പ്രത്യേകിച്ചും UK ബ്രിട്ടീഷ് ഫുട്ബോളുമായി അവരെ ബന്ധപ്പെടുത്താൻ, അവിടുത്തെ സ്റ്റേഡിയങ്ങളുമായും അവിടുത്തെ മുൻനിര ടീമുകളുമായും അവർക്ക് എക്സ്പോഷർ നൽകാൻ അവരെ ബന്ധപ്പെടുത്താൻ ആവുന്ന സഹായങ്ങൾ പോൾ ഗോസ്നിയും കീനൻ ഗോസ്നിയും നൽകുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ മഹോജ്ജലമായ പ്രതീക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇത് ഔപചാരികമായ ഉദ്ഘാടനമാണ്. വേദിയിലുള്ളവരെല്ലാം വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. പ്രിയപ്പെട്ട അലിമൊയ്തീൻ ഹാജി ഇവിടെ വേദിയിലുണ്ട്. ഈ പ്രദേശത്തെ ഫുട്ബോളിന്റെ സംഘാടകരിൽ പ്രമുഖനായ പ്രിയപ്പെട്ട റഫീഖ് ഇവിടെയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഫുട്ബോളുമായും ഏറെ ബന്ധമുള്ളവരാണ്. ഒരു ലിമിറ്റഡ് സദസ്സിനെയാണ് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത്. ഇത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഗോ പ്രകാശനം ഉണ്ടായി. പ്രിയപ്പെട്ട ഷറഫ് അലി സാറാണ് ലോഗോ പ്രകാശനം ചെയ്തത്. ആദരണീയനായ മന്ത്രി തന്നെ, സ്പോർട്സ് വകുപ്പ് മന്ത്രി ഈ പരിപാടിക്ക് എത്തിച്ചേരാം എന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു. പക്ഷേ ചില താൽക്കാലിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പ്രിയപ്പെട്ട ഷറഫ് അലി സാർ അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ സംരംഭത്തോട് വളരെ അങ്ങേറ്റത്തെ താല്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ബഹുമാന്യരായ ആളുകളെ, ഇനിയും നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇവിടെ എത്തിച്ചേരാനുണ്ട്. ഈ ബഹുമാന്യരായ അതിഥികളുടെ സാന്നിധ്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദരണീയനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട യു ഷറഫ് അലി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫുട്ബോൾ താരം എന്ന നിലക്ക്
ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു ചടങ്ങ് എന്ന് തന്നെ പറയാം. കേരള വണ്ടേഴ്സ് ഫുട്ബോൾ അക്കാദമിക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് അക്കാഡമികൾ വരുന്നതും പോകുന്നതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടി ഒരു അക്കാഡമി സംവിധാനത്തെ കാണുകയും അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് വിരലിലെണ്ണാവുന്ന അക്കാഡമികൾ മാത്രമായിട്ട് ചെയ്യുന്നു. പലരും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അക്കാഡമികൾ ആരംഭിച്ചു തൊട്ടൊന്നും കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ടുകൊണ്ട് പകുതിക്ക് വെച്ച് നിർത്തുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ഫുട്ബോൾ വന്നതോടുകൂടി ഫുട്ബോൾ രംഗത്ത് ഏറെ സാധ്യതകൾ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കായിക താരങ്ങൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ താരങ്ങൾ ഒരു തൊഴിലിന് വേണ്ടി കായിക രംഗത്ത് സജീവമായി നിൽക്കുന്നു എന്നതിലുപരിയായിട്ട് ഒരു പ്രൊഫഷണൽ കളിക്കാരനാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ടീമുകളിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് കായിക രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ പ്രൊഫഷണൽ അക്കാഡമികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ സഹീറിൻ്റെയും വഹാബ് സാറിൻ്റെയും അക്കാഡമിക്ക് ഞാൻ കണ്ടുള്ള പ്രത്യേകതയും അത് തന്നെയാണ്. ഒരു ഫുട്ബോളർ അല്ലെങ്കിൽ ഫുട്ബോൾ രംഗത്ത് സംഘാടകർ എന്നുള്ള നിലക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേരല്ല ഈ രണ്ടുപേരും, വഹാബ് സാറും സഹീറും. എന്നാൽ ഫുട്ബോളിനോടുള്ള അതിയായ ആവേശം, താല്പര്യം, ഫുട്ബോൾ രംഗത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു അക്കാഡമി ആരംഭിക്കാൻ മുന്നോട്ട് വന്ന രണ്ടുപേർ എന്ന് വിശ്വസിക്കുന്നവരാണ്. വഹാബ് സാറിനെ നമ്മളൊക്കെ അറിയപ്പെടുന്നത് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാഡമി സഹീറും ഫുട്ബോൾ കളിക്കാരനൊന്നും എനിക്കറിയില്ല, പക്ഷെ ഫുട്ബോളിനെ നന്നായിട്ട് വിലയിരുത്തി കേരള ഫുട്ബോളിനെയും ഇന്ത്യൻ ഫുട്ബോളിനെയും ലോക ഫുട്ബോളുമായിട്ട് താരതമ്യം ചെയ്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവാരം ഉയരണമെങ്കിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എനിക്കേറെ അഭിമാനം തോന്നിയത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബൃഹത്തായ പദ്ധതി ഇൻ്റർനാഷണൽ സെമിനാറിൽ വെച്ച് ഇതിന് വിത്ത് കിട്ടി എന്ന് പറഞ്ഞത് വലിയ സന്തോഷം. സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ് കായിക രംഗത്ത് ഏതൊക്കെ സാധ്യതകളുണ്ടാവും, എന്തെല്ലാം പുരോഗതികൾ ആ രംഗത്ത് വരുത്താൻ സാധിക്കുമോ അതിനുള്ളൊരു സാഹചര്യം, അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ ഉദ്ദേശിച്ചത്. ISSKയിലൂടെ വന്നിട്ട് ഒട്ടനവധി പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടപ്പിലാക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നിയത് തന്നെ. ഒരു അക്കാഡമി ആരംഭിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസകരമായ ഒന്നാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ ലോഗോ പ്രകാശനത്ത് വന്ന സമയത്തിന് വഹാബ് സാറും സഹീറുമായിട്ട് വളരെ ദീർഘനേരം അക്കാഡമിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഒരുപാട് വെല്ലുവിളികൾ ഈ രംഗത്തുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിലോ മലപ്പുറം ജില്ലയിലോ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ്, ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കായിക രംഗത്ത്, ഫുട്ബോൾ രംഗത്ത് നിലവാരം എടുത്ത് നോക്കിയാൽ ലോകത്തെ ഫുട്ബോൾ കേമന്മാരായ അർജന്റീനയിലോ ബ്രസീലിലോ ഉള്ള കുട്ടികളുടെ അതേ നിലവാരവും താല്പര്യവും കാണിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരുടെ വളർച്ചക്കനുസൃതമായി ആധുനിക രീതിയിലുള്ള പരിശീലനവും മത്സര പരിചയവും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. 12-14 വയസ്സിന് ശേഷം ആ കുട്ടികളിലുള്ള പുരോഗതി മറ്റു വിദേശ രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമാണ്. ഇന്ത്യൻ നിലവാരം നോക്കിയാലും under-16, under-17, under-19 ഫുട്ബോൾ ടീമിൻ്റെ നിലവാരം എടുത്ത് നോക്കുമ്പോൾ ലോക നിലവാരമായിട്ട് വലിയ വ്യത്യാസം കാണുന്നില്ല. എന്നാൽ സീനിയർ ലെവലിൽ വരുന്ന സമയത്ത് ഒരു വലിയ അന്തരം നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് മനസ്സിലാക്കി പരിശീലനത്തിലുള്ള മികവ് ഇല്ല എന്നുള്ളത് തന്നെ.
ആധുനിക രീതിയിലുള്ള പരിശീലനം ഈ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്, ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താൻ സാധിക്കുന്നില്ല. ഞങ്ങളൊക്കെ കളിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, വിദേശ ടീമുകളുമായിട്ടുള്ള ഇന്ത്യയുടെ മത്സരം ഒന്നാം പകുതി മാത്രം എടുത്തു നോക്കിയാൽ പല മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിൽ വിജയിച്ചു നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സമനില പിടിച്ചതായിട്ടോ കാണാൻ കഴിയും. രണ്ടാം പകുതിയിലെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ എന്താണ് സ്ഥിതി? അമ്പയെ പരാജയപ്പെട്ടുള്ള സംസ്ഥ ഞങ്ങളെയൊക്കെ ഈ അടുത്ത കാലത്ത് എടുത്തു നോക്കിയാലും അപ്പൊ അവിടെ കായികക്ഷമതയുടെ ഒരു കുറവുണ്ട്. ഇങ്ങനെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ഇന്ത്യൻ ഫുട്ബോളിന് ഉയർന്നു വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം, ഉദ്ഘാടകൻ എന്നുള്ള സെമിനാർ അല്ലാത്തത് വളരെ ചുരുക്കി, ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്ത് പറയാനുള്ളതാണ്. ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഫുട്ബോൾ രംഗത്ത് വരുന്ന കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ലോക നിലവാരമുള്ള ഫുട്ബോൾ താരങ്ങൾ എൻ്റെ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും തമാശക്കെങ്കിലും പറയാറുണ്ട്, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നെങ്കിലും ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മലപ്പുറം ജില്ലക്കാരായ രണ്ടുപേരെങ്കിലും അതിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര ടാലന്റുള്ള കുട്ടികള് നമ്മുടെ നാട്ടിൽ. ഞാനും ഇതേപോലെ റെസിഡൻഷ്യൽ അക്കാദമി അല്ലെങ്കിൽ നോൺ റെസിഡൻഷ്യൽ അക്കാദമി അരീക്കോടിന്റെ പരിസരത്ത് നടത്തിക്കൊണ്ട് എനിക്ക് ആ കുട്ടികളുടെ നിലവാരം ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഈ 12-14 വയസ്സ് കഴിയുന്നതോടുകൂടി ഈ കുട്ടികളെ നമ്മൾ കയ്യിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ് ഇന്ന് നാട്ടിൽ. +2 ലെവലിലേക്ക് കുട്ടികൾ പോകുന്നതോടുകൂടി ഫുട്ബോൾ രംഗത്ത് ഈ കുട്ടികൾ പിടിച്ചു നിർത്താനായി ആ കുട്ടികളുടെ നിലവാരം പിന്നീട് ഉയർന്നു വരാൻ സാധിക്കുന്നില്ല എന്നൊരു പോരായ്മ. എന്നാൽ അപൂർവം ചില കുട്ടികൾ അതിൽ പഠനത്തിന് പ്രാധാന്യം കൊടുക്കാതെ കായിക രംഗത്ത് ഫുട്ബോൾ രംഗത്ത് മാത്രം സജീവമായി നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ദേശീയ ടീമിലും അന്തർദേശീയ ടീമിലും എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അത്തരം നിലവാരമുള്ള അത്തരം താല്പര്യമുള്ള അഭിരുചിയുള്ള നൂറുകണക്കിന് ആളുകൾ ഫുട്ബോൾ രംഗത്ത് സജീവമായി നിന്നെങ്കിൽ മാത്രമേ ശക്തമായ ഒരു ഇന്ത്യൻ ടീം വളർന്നു വരികയുള്ളൂ എന്നുള്ളതാണ് സത്യം. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ വാഗ്ദാനം കൂടി ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി ഈ വണ്ടേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതിൽ Good afternoon. First of all, I'd just like to acknowledge the dignitaries, the esteemed guests, fellow speakers, and the coaches that we've got in the room today. It's a pleasure to be here today for this inauguration, and I know that this is going to be a significant part of the next phase of everything that's going to go on in football in Calicut. Obviously, I don't speak Indian, so in this instance, I may be saying things that has already been addressed. I know that one of the things that definitely was mentioned was how I met Abid at the International Sports Summit. What I will say is, when Abid came to see me, we had a discussion, and months following, Abid produced the best business plan that I've ever seen in football development. It was with this plan that Abid and I spent many months discussing how we would actually make this to be real. And this is the situation now that I've come in as the technical director, where we're bringing in the European style and methodology and philosophies of what has made European football so successful. The role of technical director is to create the complete technical structure and system. So this is to educate coaches, observe the level of players, training venues and facilities, and to meet key stakeholders such as these people here and in the room. Now we're in a great position to create one of the best training systems in India. And I take this personally that I will put my best effort to actually make this superb.
So I mentioned that the programme will be based on a European model, and this will be set where the parameters are mirroring everything that we do in British academies. Eventually, we are also looking to bring players from here, in Calicut and the wider Kerala region, back to the UK. This is important in a number of ways. The first one being that we would like to benchmark the very best talent here against the British players of a similar age group. It will be a fantastic experience, and above that, it will give us an opportunity to see what is necessary to take the local players here to the next level. For this to happen, coach education is crucial. The work that will be done will be working very closely with the staff here based on a curriculum that is set to be relevant, realistic to each age group throughout the school years right through to potentially professional football. My hope is that the academy will attract a lot more players over a very short period of time. The reason being that the more players that we have in a system, the better it is for competition, and surely it gives the opportunities for these players to be more challenged. So, the more players we can get in at different centres, the more opportunity is for the competition so that we can see the very best with the best. I am absolutely convinced that the coaches that Keenan and I have worked with this week are up to the grade. All we need is to change the system so that the system allows for these players to develop in their own time, but with the right standard of coaching or teaching, as you may say, that the players require at the time of where they are at their particular time. One of the areas that I feel it needs work now is for the players to actually understand more about the positional play and to be able to make better decisions in tight spaces under pressure. That comes with a lot of work that becomes more and more challenging as the time goes on. We need to set programs that allow for this to happen so that we can see the strengths and weaknesses of every individual player. One of the areas that will absolutely change the landscape of what we are doing here in Calicut is that we will be building a platform, a digital platform that will allow for each individual player to be evaluated on their current status. That will be technical, tactical, physical, and social and emotional. Once we actually work with these players and see their strengths and weaknesses, each and every player will be treated with a player-centered training practice that will allow for them to develop at their own speed. This will be unique, and it's certainly not been done in India at this moment in time. So I'm very excited about that. Because I can see the opportunity that's here. We know that there's many players participating in the game. They just need a pathway. So along with Habib, I am really excited in that I feel we can build a programme that will be second to none. I think it's just a matter of time and the results will be evident. So thank you so much and good luck to Habib and his team. നമ്മള് പല ഷർഫലി സാർ പറഞ്ഞ മാതിരി ഒട്ടനവധി അക്കാദമികൾ നമ്മൾ മലപ്പുറത്തും അതുപോലെ തന്നെ കേരളത്തിലുമായിട്ട് ഉണ്ട്. അതിനെല്ലാം വിപരീതമായി അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്ന രീതിയിൽ നമ്മളൊരു തികച്ചും യൂറോപ്യൻ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു അക്കാദമി നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിന് മുൻകൈ എടുത്ത വഹാബ് സാറും അദ്ദേഹത്തിൻ്റെ മകനും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമുക്കറിയാം ഒട്ടനവധി ഇപ്പം അവിടെ ബാക്കിൽ നവാസ് ഇരിക്കുന്നുണ്ട്, ലൂക്ക അക്കാദമിയുടെ നവാസ് ഇരിക്കുന്നുണ്ട്. പല അക്കാദമിയിലും തുടക്കത്തിൽ ഇപ്പം
അന്ന് ഇപ്പം നവാസിന്റെ ലുക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ കുറെ വർഷം മുമ്പേ തുടങ്ങിയ ഒരു അക്കാഡമിയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കളിക്കാരുണ്ടായിരുന്നു, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അന്ന് നന്നായി കളിച്ചു വന്നിരുന്ന ആള് ഇപ്പം ഷർഫൽ സാർ പറഞ്ഞ മാതിരി അവൻ ഒരു ഒരു 10th എത്തിപ്പിക്കും അവന്റെ കളി വളരെ താഴ്ത്തേക്ക് പോയി. അപ്പൊ ഇത്തരത്തിലുള്ള പല കളിക്കാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു മാറ്റം വരണം. കാരണം നമ്മള് മുകളിലേക്ക് താഴെ ലെവലിലുള്ള ആ സ്റ്റാൻഡേർഡ് മുകളിലേക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുവരണം. നല്ല കളിക്കാരെ വാർത്തെടുക്കണം. അതിന് ഈ അക്കാഡമി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുള്ളുകൾ നിൽക്കുക. കാരണം നമ്മളെ ഇന്ന് മലപ്പുറം ജില്ലയിൽ വേറൊരു ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടക്കുന്നത്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ്. അപ്പൊ അതിന്റെ ഫൈനല് ഇപ്പൊ മൊങ്ങത്ത് നടന്നുകൊണ്ടിരിക്കണം, ഇവിടെ അടുത്തുള്ള നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് നമ്മളവിടെ ചെല്ലാൻ അപ്പം വേറെ നീട്ടി പറയുന്നില്ല. ഈ അക്കാഡമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ഭംഗിയുള്ള പുതിയ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ സർ, വേദിയിലിരിക്കുന്ന സബീർ സർ, മറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അക്കാദമി നമ്മുടെ നൈബറായി വന്നതിലാണ് വളരെ സന്തോഷം. ഈ മാനേജ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു തരാനോ തയ്യാറുള്ള ഒരു മാനേജ്മെന്റ് ആണ്. പ്രാദേശികമായുള്ള ഇവിടെയുള്ള നമ്മുടെ റഫീഖ് അടക്കമുള്ള ഒരുപാട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോൾ കുടുംബത്തിന് കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. അതേപോലെ തന്നെ ഈ വലിയ അക്കാദമി വേണ്ട ആവശ്യങ്ങൾ ഏത് രീതിയിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള ആവശ്യങ്ങളും ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ സന്നദ്ധരായി നൽകുകയാണ്. എന്താവശ്യങ്ങൾക്ക് നമുക്കുമായി ബന്ധപ്പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ തുടർച്ച ഒരു നല്ലതിനാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലത് വരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥം സ്നേഹിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുകയാണ്. കേരള വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി അവരൊരു സ്വപ്ന സാക്ഷാത്കാരം പറഞ്ഞു. ധർമ്മരി ടീമിനെ, മാനേജ്മെന്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ യാത്രയിൽ നായകല്ലാണ്. നമ്മൾ കോളേജ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു പ്ലാൻ, വലിയൊരു പ്ലാൻ, ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് ഓറിയന്റഡ്, കൂടുതൽ സ്പോർട്സിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിലബസുകൾ സെറ്റ് ചെയ്യുകയും അതിനു വേണ്ട സംവിധാനം, ബൗദ്ധിക സംവിധാനം സെറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ബാബു സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, 5 and half, 7th പണി ഗ്രൗണ്ട്, അതുപോലെ തന്നെ 11th താഴത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടുകൾ, എല്ലാ സംവിധാനങ്ങളും ബൗദ്ധിക സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഈ കേരള വാണ്ടേഴ്സിനെ നമ്മുടെ കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഫോളോവേഴ്സിന് ഇവിടെ എത്തിയിട്ടുള്ള ഇവിടെ നായികല്ലിലേക്ക്, അതിൻ്റെ സ്റ്റെപ്പിലേക്ക് വലിയൊരു എടുത്തുചാട്ടമാണ്, ഒരു ചാട്ടമാണ് വന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് അക്കാഡമിയിലെ പ്രഗത്ഭരാളുകൾ തന്നെ അവർ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനെ ഉദ്ഘാടനം ചെയ്യാൻ വേദിയായിട്ട് നമ്മൾ കൂടെ തിരഞ്ഞെടുത്തു എന്നെല്ലാം അവിടെ നിന്ന് കടപ്പെട്ടിരിക്കുന്നു. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളെ നാളെ ശബ്ദാർ പറഞ്ഞ പോലെ തന്നെ വേൾഡ് കപ്പിൽ കളിക്ക് ഏതെങ്കിലും കാലത്ത് ഇന്ത്യൻ ടീം എത്തുന്ന കാലത്ത് നമ്മുടെ കുട്ടികളും അതിലേക്ക് എത്തട്ടെ. അതിനുവേണ്ടി അവർക്ക് എല്ലാ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Other dignitaries seated in front of the dais, my dear friends and local public of Dharmagiri College. First of all, I would like to appreciate the hard work and the much pain taken by Wahab sir to fulfill such a wonderful dream of constructing a good football academy. As you know, our district is a football academy nursery, so as to say. Lot of academies are there. And this one, as you know, having a global profile by the entrance of our great coaches from UK. And this very particular session has meant to discuss the perspective and future of Kerala football, thus to the Indian football. As you know, our India stands 130th in FIFA ranking. Am I right? Okay. 130th in FIFA ranking. And every corner, whenever visited so far in so many
seminars, clinics, workshops. Everybody are asking why Indian football is not going up? Why the standard is coming down? So many questions so far asked like that. So the very particular session has constructed men to find some solutions, and altogether I think we can submit the ultimate outcome or the result of the seminar to the competent authorities. I don't want to prolong anyhow, being the moderator of this session. Before tracking to the new things, I would like to request Dr. Sakir to inaugurate this session. Thank you. This is a dream of Abid Sahir comes true. It's a reality, I know that. Because his father came to me and he told my son, he is having a dream of football. And Rizwan also, they came together to my office. At that time I offered everything. Without any border. This is free for you. Because we are having university having good football stadium. So you can utilize it on Saturdays and Sunday. It's free. You don't worry about it. So I give all support. So see, we are all dreams about our students participating in the World Championship, World Cup. So what our inaugural session, the great legend of football, Sharaf Ali told, if India plays in Olympics, means World Cup, Malappuram 2 players will be from Malappuram. So that is assurance we can give you. So I thank Bosni, you have cooperated with us, because you have broad mind to come over here and you cooperate with this academy, and your aim is to develop the students of this community, this area, make them as an international one. So definitely it will come through, no doubt, because we have talent. This area, you know, the Malabar area, it's not only a plain area, it is a hill area. There is rivers. See, all the things are here, because the mountains, wood plain area, a river, and we are all challenging people, challenging minded people. Because see, you see the football, not only in football, you take in athletics, football, handball, volleyball. See, we are having good grassroots level. So especially in football, we are having good fan passion. So what we have to think it of, because last 4 or 5 years, I am behind for the research. What is the research is, why Kerala students or Kerala people is not come to the international level. So there is a reason. So I searched for the reason. So what I found, see, I gone through many countries. So what I found is, it's a lack of physical literacy. So what is physical literacy? We ignore literacy. The Kerala is 100% literacy state. But Kerala is 90% non-literacy, physical literacy state. You see the students, they don't know how to walk. Walking is a basic movement. There is no curriculum for how to walk. I am just asking, when you walk, which part of the foot is you first place to go? Can you say, when you are walking, which part of the foot you are touching first? Heel or toe? Can you say heel or toe? We don't know. So that is physical literacy. So we have to know heel to toe. So when we are walking, what is the position of our hand? Where we are looking? Straight. What is the foot level? The straight, we have to put straight. So this is the basic movement. So I am just asking, when you are kicking a ball, football,
what is your supporting leg to do? Let's a long pass. What would be your supporting leg? How you place the supporting leg? It is beyond the ball position, or same ball position, or behind the ball position. And when you kick the ball, what is the follow through? We don't know. That is physical literacy. So we have to learn this at the early age. Not when you are growing up, you are 12 years old, 13 years old, because your movements is already you are set. See, I am acting like this. See, I was a long jump, say, national record holder in long jump. I was a runner. When I am running, so my arms is like this. So actually the arms is like this straight. So my arm was like this. Then I want to change it. So I spent more than 1 year to change it, because I never learned this from my early age. So when you learn something from your early age, you have to adopt it. So that is the problem here our country is facing. We don't have a designed curriculum. You see the curriculum of Australia. You see the curriculum of Canada, America. You take all countries, because they are having a designed curriculum from LKG to 7th standard. That is the physical literacy age. LKG to 12th standard. That is 12 year age. That is 7th standard. When he reached 7th standard, he learned everything. What is the approach? How you walk? What is the position of the leg? How you hold the ball, basketball? How you dribble it? When you dribble the basketball, what is the position of the leg? How you throw, how you pass the basket? These are the things they are learning from early age. So we don't have, unfortunately I am not criticizing myself or my country, my state, because that is the reality. We don't have the curriculum. So we are trying to implement this curriculum in the schools. Not in the later stage. It is the LKG level. That is when the fundamental basic movements we have to learn. So these are the things to be keeping in our mind, that we are not an expert. We are learning something more every day. I am also learning some new things. I am also learning from him personally, because he is having a lot of experience as a coach, as a player, everything. So we are getting a lot of experience, knowledge from him. So definitely this will be a great step. I congratulate a great father. He's my teacher. I know he told me his son's grade is this. So I am very happy, sir. You are an English professor, but you are very much interested in sports. Yeah. That's so we have to see. He's a model for many parents. So we all know how to learn, how to study. This is in the books. Teachers are giving instructions, but we don't know the fundamental movements, the skills and everything. We have to learn it. So I am not prolonging my speech, because this is a good initiative. I expect have a good discussion between us. What is the plus and minus? What are the things to be changed? What is the new things to be introduced in the not only in football. I am not talking about football only. We have a good potential in all area, because this district is the best district in the state in the last school state school athletic championship. Malappuram is the champions. Why? Because we have talents, but we don't have the infrastructure. So we are expecting an international level infrastructure. Our students, our players has to use this. Then only we can have, we have good talent, but we don't have infrastructure. We don't have the expert coaches. We don't have the sports medicine, sports research. We don't have. So we have to introduce these things in our society, and the all academies. So Wanderers Academy is stepping forward with new ideas. So we expect this will be the best academy in the state of Kerala, not only in the state, in the country in the coming future. And I wish you all the best. And I express my all support for this academy
and I express my thanks to the authorities for inviting me as a guest of this function. And with your permission, I inaugurate this session, this seminar. Thank you very much. അജ്മൽ പാഴേരി ഫുട്ബോളിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. മാതൃഭൂമി പത്രത്തിലെ സ്പോർട്സ് ജേർണലിസ്റ്റാണ്. യുവ പ്രതിഭകൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. അവര് അജ്മൽ പാഴേരി സാറെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടാവും. വളരെ സന്തോഷത്തോടു കൂടി ഈ ഡയസിന് വേണ്ടി മോഡറേറ്റർക്ക് വേണ്ടി അജ്മൽ സാറെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഗുഡ് ഈവനിങ്. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ എനിക്ക് ആളറിയാം, ആ ആൾക്ക് എന്നെ അറിയില്ല. റഫീഖ് PTL ട്രഷർ ഉടമ വിചാരിക്കുന്നു. അപ്പോൾ റഫീഖൊക്കെ പറയാനുള്ളത്, ഞാൻ റഫീഖയുടെ ഒരു കഥ പറയാം. നമ്മുടെ നാട്ടിൽ ഒരു കരുവാങ്കലാണ് തൊട്ടാണ്. അപ്പോൾ കരുവാങ്കലിൽ ഒരു ESPL ഈവനിങ് സോക്കർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ലീഗ് നടക്കും. നമ്മളൊരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ ഒരു പ്രീ സീസൺ ടൂർണമെൻറ്റ് പോലെയാണ്. അപ്പോൾ അതിൽ ഈ പ്രദേശത്തെ ഒട്ടുമിക്ക സെവൻസ് താരങ്ങളും കളിക്കും. അപ്പോൾ ആ ടൂർണമെൻറ്റിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സ്പോൺസറുടെ ആവശ്യമൊന്നും അതിനൊരു ഗ്ലോബൽ സ്പോൺസർ വേണമെന്ന് തോന്നാറില്ല. പക്ഷെ ആ ടൂർണമെൻറ്റ് എല്ലാ വർഷവും സ്പോൺസർ ചെയ്യാറ് റഫീഖാണ്. അപ്പോൾ ഞാൻ റഫീഖിനെ മെൻഷൻ ചെയ്യാൻ കാരണം, നമ്മുടെ ഇവിടെ താല്പര്യമുള്ള ഫുട്ബോൾ വളരണമെന്ന് താല്പര്യമുള്ള ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് താല്പര്യമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടന്നു. നമ്മൾ ഒരു പക്ഷേ അതേ സമയം തന്നെയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള ഫുട്ബോൾ പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യയുടെ ഭൂപടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള മത്സരം കണ്ടവരായിരിക്കും. അതായത് ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കണ്ടതിനേക്കാൾ കൂടുതൽ കണ്ട ഒരു ജനതയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വളരെ പൊട്ടൻഷ്യലുള്ള ജില്ലയാണ് മലപ്പുറം. ഇപ്പോൾ നോക്കൂ, ഖാലിദ് ജമീൽ കോച്ചായി ചുമതലയേറ്റ് രണ്ടാമത്തെ മത്സരത്തിലുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. ഹാഫ് കഴിഞ്ഞ് ഇപ്പോൾ സിംഗപ്പൂരിനെതിരായ ടീമിനെ പ്രഖ്യാപിച്ചു. 30 പേര്, അതിൽ 7 പേര് മലയാളികളാണ്. ആ 7 പേരിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3 പേര് 3 പേരെന്ന് പറയുന്നത് 30-ലെ 3 പേരെന്ന് പറയുന്നത് 10%. ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന 10% പേര് പ്രൊബബിൾസ് ആണ്. എന്നാൽ പോലും പ്രൊബബിൾസിലെത്തിയ 30 പേരിൽ 10% മലപ്പുറംകാരാണെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കൾച്ചർ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോൾ കൾച്ചറുള്ള സംസ്ഥാനം, അപൂർവമായിട്ടുള്ള സംസ്ഥാനം ബംഗാളാണ്. നിങ്ങൾക്കറിയാം, പാരമ്പര്യവും വൈദ്യുതിയൊക്കെയുള്ള ഒരു അപൂർവമായ സംസ്ഥാനം മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഒക്കെയുള്ള കൊൽക്കത്തയെ ഉൾപ്പെടുന്ന ബംഗാളാണ്. അത് കഴിഞ്ഞാൽ ഒരു ഫുട്ബോളിന് ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം, ഒരു ഹെറിറ്റേജൊക്കെയുള്ള സംസ്ഥാന, ഒരു ജില്ല അല്ലെങ്കിൽ ഒരു മേഖല എന്ന് പറയുന്ന മലബാറാണ്, പ്രത്യേകിച്ച് മലപ്പുറം. അപ്പോൾ ഇവിടെ താല്പര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് താരങ്ങളെ വളർത്താനാവും. ഒരു കാര്യം കൂടെ പറയുമ്പോൾ, ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നടക്കുകയാണ്. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ യൂറോപ്യൻ മേഖലയിലെ I ഗ്രൂപ്പിൽ മുന്നിലുള്ളത് നോർവേയാണ്. നോർവേ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹെർലിംഗ് ഹാലൻഡിൻ്റെയും ആഴ്സണലിൻ്റെ മാർട്ടിൻ ഒഡേഗാർഡിൻ്റെയൊക്കെ രാജ്യം. നോർവേ നമ്മുടെ ഇറ്റലിയെ 2ാം സ്ഥാനത്ത്, നവാസ് ഇറ്റലിയുടെ ഭയങ്കര ആരാധകനാണ്, ലുക്ക. അപ്പോൾ ഇറ്റലിയുടെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് I ഗ്രൂപ്പിൽ 5 മത്സരങ്ങളിൽ 5ഉം ജയിച്ച് 1ാമതാണ്. ഈ നോർവേയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 55 ലക്ഷമാണ്. ഏകദേശം മലപ്പുറം ജില്ലയുടെ സമാനമായ ജനസംഖ്യ. അതുപോലെ സ്ഥിരമായിട്ട് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുന്ന രാജ്യമാണ് നമ്മുടെ എറിക്സന്റെ ഒക്കെ ഡെൻമാർക്കിനും സമാനമായ ജനസംഖ്യയാണ്. തൊട്ട് 2018 അർജന്റീനയെ പിടിച്ചു പറ്റിയ ഒരു ടീമുണ്ടായിരുന്നു, ഐസ്ലൻഡ് അല്ലെ. ഐസ്ലൻഡിലും 4 ലക്ഷമാണ് അവരുടെ ജനസംഖ്യ. അപ്പൊ നമുക്കിവിടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ജനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് താല്പര്യവും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി വേണ്ടത് ഇതുപോലെയുള്ള അക്കാദമികളാണ്. അപ്പോൾ ആ അക്കാദമി അല്ലെങ്കിൽ നമ്മുടെ കേരള വാണ്ടറേഴ്സ് ഇതിനുള്ള ഒരു തുടക്കമാകട്ടെ. ഉദ്ഘാടന പ്രസംഗത്തിൽ ഷറഫ് അലി സാർ പറഞ്ഞ പോലെ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 2 പേര് എന്നാണ് ഷറഫ് അലി സാർ പറഞ്ഞത്. ആ 2 പേരിൽ ഒരാൾ കേരള വാണ്ടറേഴ്സിൽ നിന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. എനിക്കതിൽ പറയാനുള്ളത്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് quality rather than quantity. That is the best answer. Maybe that's the best answer for that.
And I invite Dr. Muhammad Ali, who is a physical education lecturer, to felicitate this function. I'm talking in a scenario of Indian under-23 team played against Qatar recently. We found that Suhail, a player from Palakkad, Kerala, he scored a wonderful goal in that match. Actually, that match was a draw. It was won by Qatar, referee's mistake. Referee given an unwanted penalty, otherwise it would have been a tie. I'm talking about the talent of our local players. He was a kid selected from Coimbatore to Punjab FC. He was a kid, very small kid, and he gone for the selection of the Punjab FC, which held in Coimbatore, and he was selected from there and he went to Punjab under the foreign coaches and many coaches. He played for in the age of 18. He scored a wonderful against Qatar-like team. So we have comparison is we have enough talent with us. We need policies that is started by in this day. This is inaugurated. This academy. We need academies like this. Visionary coach with us, international caliber. We have initiative with us, sponsors with us. We are getting facilities like wonderful college here, Calicut University is nearby. In the recent years, I hope that this Wonders Academy will create wonders, like producing many talent from the grassroots level of Manapurdish, in all over Kerala, and all over India. I convey my best message of this program. Thank you very much. Thank you, Dr. Mohammed. Anas Edatodiga Udane Echeru Marichitandi. Anas Edatodiga, the Indian footballer, will be coming soon to this stage. Okay. Prayer Namakariya, the session Namak football in the India football in the Bavia Concha discuss the session. I read the Bulikan, Avshaka to some side. And as Paul was told that this should be an interactive session, so that if you are having any doubt or if you want to any clarifications of any doubts or questions, or if you want to have a little bit of speech, you can have it right now. And as I told in the beginning of this session, Wahab sir is having 2-3 questions to you. Sir, yes, just send to me. I will read the first question, that you have a vast amount of experience working in football around the globe. Please share what difference or similarities you have seen in these countries and how they compare to Indian football. That was his doubt, query. Okay, thank you. That's an excellent question. Now, I have been fortunate through the work that I have been doing, that I have been around the world quite a few times. And what I've noticed is it doesn't matter how big the population or the size of the country, it's about the system. Now, when I say that, when you look at players at 3, 4, 5 years old, which is exactly what we've been speaking about earlier, about literacy, physical literacy, everybody at 4 or 5 is pretty much equal. Where the difference is the structure of the coaching and the pathways for these players to develop. So it's really, really important to understand that if we can start as young as 3 to 5 years old, we're then in a position to be able to bring these players through, first of all, that we've planted the seed that they love the game. If we can get the kids to love the game, that's just like Brazil and Argentina that we know are right at the top. That has started because they've followed the parents. The dad may have been a footballer, the kids play in the street, they don't have structured coaching. However, they love to
to kick a ball. That is the first secret of getting the kids interested. Secondly, the system needs to be blueprinted from the top down. If the national body is keen to make FIFA World Cup rankings much higher, then it must start at the top. But what seems to happen, they're only interested at professional level, they forget about the community players and schools. This is where an academy, in the real sense, is what will make the difference. Okay, sir. Thank you. എനിക്ക് സത്യത്തിൽ ശരിക്കും സ്ലാങ്ങുകൾ മനസ്സിലാവുന്നില്ല കേട്ടോ. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. I think Paul Mosely sir maybe learn little bit of Malayalam because a long time you are here now. And second query is, you have visited India a number of times. What do you see as the challenges to help in the development of players? The first thing is the infrastructure. Now, I was delighted to come here, to go down the back and to see what's going to be implemented in the next few months. I was absolutely so impressed that this needs to be the hub where everything revolves around. That's the beginning. The other thing, the next bit that's really, really the next bit. Okay, can you hear me? Yeah. That's better, because I don't like this. The next part is to create a pathway where players are being challenged and then get the opportunity to go into other groups, a bit like the age group, where one age group and he's the best player, or she, as it might be, can actually progress into the next age group to be challenged more. But the more players there is at each age group, they're actually challenged within their own ages, which is absolutely the best way to go forward. Because we don't have height differences, we don't have the speed differences. The players are one age, and that is how we then can see who are the best in that programme. Then we need to challenge these players more, but that is about creating the pathways. The football is fitness, fitness is football, which means they don't run around the field, they have the ball. Football is fitness, fitness is football. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്ന ഒരു വേർഡിങ്സ് ഉണ്ട്, ഫുട്ബോൾ ഇസ് ഫിറ്റ്നസ് ആൻഡ് ഫിറ്റ്നസ് ഇസ് ഫുട്ബോൾ എന്നുള്ളത്. അത് വെറുതെ ഓടാന്നതിന് പകരം ഒരു ബോളുമായിട്ട് ഓടുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും, കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. I think, and it's a great question about players that are over 18 to 25 is a really important age group where you might not have actually potentially made it in professional football. I think what's really important to remember is it's actually about what you want as a person as well. And that is if you've not quite made it in professional football, there's so many different pathways. So for all the players in the room that might be 18 to 25, not being a professional footballer doesn't mean that you can't progress within the game. It might be that you're really happy playing on a weekend with your friends at the age of 20. You might be playing semi-professional, making a little bit of money. Or it could be that you go down other avenues within the sport. Because for me, I was a footballer until I was 17. And as soon as I tore my ACL in my knee, I knew that coaching was the next best thing to play. So therefore, I wanted to still pursue a career within football. And although I'd not be playing, I now get to work in England within an academy system at a professional club, working with players to try and make them what I wanted to be. So actually there's so many different avenues and it is genuinely the best job in the world for me. ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട്. ഫുട്ബോൾ ഇസ് എ ഗ്ലോബൽ കരിയർ. ഫുട്ബോൾ ഇസ് എ ഗ്ലോബൽ കരിയർ. ഒരു വെറുതെ ഗ്രൗണ്ടിൽ പോയി കളിക്കാന്ന് പകരം ഫുട്ബോൾ ഒരു ഗ്ലോബൽ കരിയറാണ്. ലൈക്ക് കീനൻ 17 വയസ്സ് വരെ ഫുട്ബോളറായിരുന്നു. 17ാമത്തെ വയസ്സിൽ കളിച്ച് മുട്ടിന്റെ ഏച്ചിയിൽ ഇത് കയറി വന്നപ്പോൾ അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് അടുത്ത കരിയർ അക്കാഡമിക് കോച്ച് എന്ന രീതിയിൽ. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലും ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ഒരുപാട് അക്കാഡമിക്സും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പുറത്തു പോയി കഴിഞ്ഞാലും ഒരുപാട് സാധ്യതകൾ ഫുട്ബോളുമായി കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകളിലേക്ക് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെയോടൊപ്പം ഒരുപാട് ഉയർന്ന ഹൈറ്റ്സിലേക്ക് പോകാനുള്ള അവസരവും നമുക്ക് കിട്ടാവുന്നതാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്.
ഞാൻ ഈ നാട്ടുകാരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുണ്ടാവും, പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇവിടെ കളിച്ചു വളർന്ന ആളാണ്. 14-ാമത്തെ വയസ്സ് മുതൽ ഫുട്ബോളിലുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 47 വയസ്സായി. ഞാൻ 2 വാക്ക് പറയാനെന്ന് പറഞ്ഞിട്ട് കുട്ടികളോടാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ചോദിക്കാനും പറയുമ്പോൾ നിങ്ങളൊരു അറച്ചു നിൽക്കണ മാതിരി, അതല്ലെങ്കിൽ ഒരു മടി കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളിവിടെ കളിച്ചിരുന്ന, ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ ഫുട്ബോളോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നുമില്ലാത്ത കരിങ്കൽ കോരികളും കുറച്ച് ക്രഷറുകളും കുറച്ച് ചെങ്കൽ കോരികളും മാത്രമുള്ള 10-20 വീടുകളുള്ള ഒരു നാടായിരുന്നു. ആ നാടിനെ ഈ നമ്മുടെ കോളേജിൻ്റെ ചെയർമാൻ കുഞ്ഞാവ സാഹിബ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് ഞങ്ങളൊക്കെ വിചാരിച്ചത് എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറുമെന്ന് വിചാരിച്ച് അതങ്ങനെ തന്നെ വന്നു. എങ്കിലും ഇനി ഒരു ഫുട്ബോൾ ഹബ്ബ് കൂടി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഹബ്ബും കൂടി ആയി മാറാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക്, അതല്ലെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്നവർ എന്നുള്ള നിലയ്ക്ക് ഇവരോടൊക്കെ റൌഫിൻ്റെ പ്രിയ സുഹൃത്ത് റൌഫിനോടൊക്കെ അല്ലെങ്കിൽ കുഞ്ഞാവസാനോട് കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഫെസിലിറ്റീസ് മാക്സിമം ഉപയോഗപ്പെടുത്തും. ഞാൻ കുറച്ചു കാലം മുമ്പ് കളിച്ചിരുന്ന കാലത്ത് മുഹമ്മദ് സാർ ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സാറിന് ഓർമ്മ ഉണ്ടാവില്ല, ഞാനൊരു Under-21 ഡിസ്ട്രിക്ട് ക്യാമ്പിൽ പോകാൻ വേണ്ടി മുഹമ്മദ് സാർ ഒരു ക്യാമ്പിൽ ആദ്യം പോയത്. അവിടെ ഉത്തരനാട്ടിൽ സംഘടിപ്പിച്ചു. അപ്പോൾ കുറേ കാലത്തിന് കണ്ടിട്ടില്ലായിരുന്നു. ഇവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവാങ്കേരി സ്റ്റേഡിയത്തിൽ നേരത്തെ അജ്മൽ സാർ പറഞ്ഞ ആ സ്പോൺസർ ചെയ്യുന്ന റഫീഖ് ഞാനാണ്. അത് ഇതൊരു ഭ്രാന്തി തലയിലുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം നവാസിനായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. 4 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവാങ്കേരി സ്റ്റേഡിയത്തിലാണ് ഞാൻ 16 വയസ്സ് മുതൽ കളിക്കുന്നത്. അന്ന് സൗകര്യങ്ങളില്ല, അത്ര സാമ്പത്തികമില്ല. നടന്നു പോകും. ഇവിടുന്ന് 5 മണിക്ക് നടന്നു പോയിട്ട് അവിടെ പോയി കളിച്ചിട്ട് മരുവാങ്ക് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് പിന്നെയും കളിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുട്ടത്താണ് ആ റബ്ബർ എസ്റ്റേറ്റിൽ കൂടെ നടന്നു പറയാൻ പറ്റും. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് 4 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കും കളി കഴിഞ്ഞിട്ട്. ഒരു ഭ്രാന്തായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ കാൽച്ചോട്ടിൽ ഇത്ര സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഷറഫലി സാർ നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ 14 വയസ്സ് വരെ അല്ലെങ്കിൽ 13 വയസ്സ് വരെ നമ്മൾ അക്കാഡമികളിലൊക്കെ നമ്മൾ മക്കളെ വിടും. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മളെ വൈക്ക്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലഹരി പോലുള്ള വിഷയങ്ങളിൽ പെട്ട് നമ്മൾ അങ്ങനെ ജീവിതം നാശാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ കോളേജിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ ഒരു സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ആരുമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അനസരത്തലിയാണെങ്കിലും സക്കീർ സാറാണെങ്കിലും മുഹമ്മദ് സാറാണെങ്കിലും എല്ലാവരും വലിയ ആളുകളാണ്. എന്ത് പറയുന്നത് പോലെ എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സൗകര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ ആരും എന്തെങ്കിലും സംശയം ചോദിക്കാൻ പോലും മുന്നോട്ട് വരാത്തതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് മാത്രം. നിങ്ങൾ ബാക്കിലോട്ട് പോകരുത്, മുന്നിലോട്ട് വന്നിട്ട് ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഞങ്ങൾ ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ തന്നെ, നിങ്ങളുടെ സ്കൂളിൻ്റെ ബാക്കിൽ തന്നെയാണ് എൻ്റെ ക്രഷർ. ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. അത് 100 മീറ്ററോളം അപ്പുറത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ ഞങ്ങൾ സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ വഹാബ്സാറെ തലയിൽ ഇങ്ങനെ ഒരു ഭ്രാന്തി നിന്നുള്ള സത്യത്തിൽ ഞാൻ അറിയില്ല. ഞാൻ വലിയ രാഷ്ട്രീയത്തിനും അതല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് കണ്ട് ഇങ്ങനെ ഒരു ഫുട്ബോളിനോട് സ്പോർട്സിനോട് ഇത്ര ഒരു ഇതുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കി. ഏതായാലും സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ ക്ഷണിച്ചതിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. He's a local man from this side. He was telling his past experiences with football everything. Okay. And നമ്മുടെ കൂടെ അനസ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായി ഞാൻ പറയേണ്ട കാര്യമില്ല, അധിക പ്രസംഗമായിരുന്നു. എല്ലാവർക്കും അറിയാം അനസ് എടുത്തൊടുകിയെ നമ്മുടെ നടക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്നുള്ള ഒരു ചർച്ചയാണ്. 2 വാക്ക് സംസാരിക്കാൻ അനസിനെ സാധിക്കും. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് ഞാൻ ഈ ഇനാഗുറേഷൻ കേരള വണ്ടേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഇനാഗുറേഷനിൽ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ആക്ച്വലി ഞാൻ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രാക്ടീസ് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ പ്രൗഡ് മൂമെൻ്റ് ആണ്. നല്ലൊരു അക്കാഡമി ഇവിടെ വരിക എന്നതിനും അത് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ആക്ച്വലി ഞാൻ പ്ലാൻഡായിട്ടോ അങ്ങനെയൊന്നും വന്നതല്ല. എൻ്റെ അധ്യാപകനായ സക്കീർ സാറ് ആക്ച്വലി ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പ്രോഗ്രാം എന്താണെന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സത്യത്തിൽ സക്കീർ സാറിൻ്റെ പ്രോഗ്രാമിലേക്ക് ചുറ്റും ഉണ്ടാവാറുള്ളത്. പക്ഷേ എങ്ങനെ മുങ്ങാൻ പറ്റുമെന്നും കൂടെ എനിക്ക് ആലോചിക്കാറുണ്ട്. പക്ഷെ നടക്കാറില്ല. എൻ്റെ അധ്യാപകന്മാരാണ് മൊത്തം
ഇവിടെ ഇരിക്കുന്ന ആളുകളും എൻ്റെ കൂടെ കളിച്ച നവാസ് കമ്മിറ്റി എല്ലാവരും ഉണ്ട്. എനിക്ക് ആക്ച്വലി അക്കാഡമി തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അക്കാഡമി പ്രൊഡക്റ്റോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരുപാട് അവസരങ്ങൾ, അതും ഫോറിൻ പീപ്പിൾ വന്നിട്ട് ഇവിടെ അക്കാഡമികൾ ഓപ്പൺ ചെയ്യുന്ന അവസ്ഥ കേരളത്തിൽ എത്രത്തോളം ഫുട്ബോളിന് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട് എന്നത് കൊണ്ടാണ് അവരെല്ലാവരും ഇവിടെ വരുന്നതും നമ്മുടെ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അക്കാഡമി പ്ലേയേഴ്സ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് അക്കാഡമികൾ ഉണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളെ കരിയർ ഈ അക്കാഡമിയുടെ കൊണ്ടുപോകുമ്പോൾ അതിന് എഡ്യൂക്കേഷനും കൂടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഒരുപാട് പ്ലേയേഴ്സിനെ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി എന്നെ വ്യക്തമായിട്ട് അറിഞ്ഞത് മുമ്പായും വണ്ടിയൊക്കെ നടക്കുമെന്നതിലുപരി എഡ്യൂക്കേഷൻ എന്ന സംഗതി ഞാൻ അത്യാവശ്യം ബുക്കെങ്കിലും വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡോക്യുമെന്ററികളിൽ നോക്കാൻ തുടങ്ങി ഞാൻ പ്രൊഫഷണൽ കരിയർ വന്നതിൻ്റെ ശേഷമാണ്. വിദ്യാഭ്യാസം കൂടി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോറിൻ കോച്ചസ് പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കുന്നതിൽ അപ്പുറം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ അതിൻ്റെ റിയാലിറ്റിയാണ് പറയുന്നത്. ഈസി മാസ്കാരോട് ചോദിച്ചോക്കാം മൂപ്പര് ഇവിടെ നടത്തുന്ന അക്കാഡമികളിലെ കുട്ടികൾ എത്രത്തോളം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഈ വിദ്യാഭ്യാസമുള്ള കുട്ടികളെ നമ്മൾ ആരും കേരളത്തിലുള്ള പ്ലേയേഴ്സിന്റെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കളിച്ചാൽ മതി നമ്മളെല്ലാം ആയി എന്നുള്ളതാണ്. ഈവൻ ഗവൺമെന്റ് ജോലിക്കാണെന്നുണ്ടെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കും, അധ്യാപകന്മാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യായിരിക്കും എക്സാമിന്. പക്ഷേ എന്നാലും നിങ്ങളെ എഡ്യൂക്കേഷൻ ഡിഗ്രി ഹയർ സ്റ്റഡീസ് എന്തായാലും നിങ്ങളെ ഹയർ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യകത നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോസ്റ്റിലായിരിക്കും കേരള ഗവൺമെന്റ് ജോലി തരും. അതിലുപരി നിങ്ങൾ പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എന്നുണ്ടെങ്കിൽ നമ്മളെവിടെയുള്ള എല്ലാ കോച്ചുമാരും സയൻസ് കോച്ച്, ഇംഗ്ലീഷ് കോച്ചസ് ആണ് ഇവിടെ എല്ലാ ക്ലബ്ബുകളും മോസ്റ്റ് ഓഫ് ദ ക്ലബ്ബുകളിലുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാതെ നമ്മൾ പോകുമ്പോൾ അക്കാഡമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ കോൺഫിഡൻസ് ലെവലിൽ നമ്മളെ വളരെ ലോ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം കേൾക്കാനും ശ്രമിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാരണത്താൽ നമ്മൾ കുറച്ച് വേഗം നമുക്ക് മനസ്സിലാക്കും എന്താണ് പറയുന്നത് മനസ്സിലാക്കും. നമ്മൾക്ക് ടാലന്റ് ഉണ്ടാവും, പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് അക്കാഡമി നിങ്ങൾ നല്ല ഹാർഡ് വർക്കോട് കൂടിയിട്ട് നിങ്ങൾ നല്ല ടാലന്റുകളുള്ള കുട്ടിയാണ് കേരളത്തിലെ എല്ലാ കുട്ടികളും നിങ്ങളൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ വിദ്യാഭ്യാസം കൂടി നിങ്ങൾ കൊണ്ട് നടക്കണം. ഈ അക്കാഡമി കൊണ്ട് നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കണം. എന്നാലേ നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോട് കൂടിയിട്ടും കരിയറോട് കൂടിയിട്ട് വിദ്യാഭ്യാസം കൂടി ഉണ്ടാകുള്ളൂ. ഈ അക്കാഡമിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ അൻസ് ഉൾപ്പെടെ, അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സക്കീർ സാർ ഉൾപ്പെടെ കേരള ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഒട്ടനവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച വഹാബ് സാറിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ സൂക്ഷിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത അവസരത്തിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട അൻസ് പറഞ്ഞ ഒരു വളരെ അടിവരയിടേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരും ആ കാര്യത്തിൽ സദൃഢമായ ഒരു ശ്രദ്ധ പതിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ചോദ്യം, അതായത് അണ്ടർ-17, അണ്ടർ-19 തലത്തിലൊക്കെ നമ്മൾ നിലവാരം പുലർത്തുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അതിനെന്താണ് ഒരു പരിഹാരം? ഈ ഒരു സംഗതി ഒരു പിടിയും കിട്ടാതെ എൻ്റെ മനസ്സിൽ അവശേഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളർന്ന് ഒളിമ്പിക്സിലൊക്കെ അതേപോലെ തന്നെ വേൾഡ് കപ്പിലൊക്കെ ഒരു ഇന്ത്യൻ പതാക കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മോഹം മനസ്സിൽ വളരെ മുമ്പിട്ട് പണ്ടെങ്ങോ ഇന്ത്യൻ ടീം എന്താ പറയാ ബൂട്ട് പോലും ഇല്ലാതെ സാധാ കാലില് ഏതോ ഒരു കളി കളിച്ചത് ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ടീച്ചറായിട്ട് എനിക്കറിയില്ല. ഏതായാലും ശരി, അങ്ങനത്തെ ഒരു മോഹം മനസ്സിൽ ബാക്കിയുണ്ട്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വോളിബോളിൽ കൂടെ രംഗത്ത് വന്നതിനാൽ ഫുട്ബോളിലെത്തി ഇപ്പോൾ ഒരു സ്പോർട്സ് സ്കൂൾ നടത്തുന്നുണ്ട്. എൻ്റെ കുട്ടികളാണ് ഇരിക്കുന്നത്. ആ കുട്ടികളിൽ കഴിഞ്ഞ സുബ്രതോ കപ്പിൽ MSBയുമായി നല്ല തകർപ്പൻ കളി കളിച്ചു. 3-1 പരാജയപ്പെട്ടു. നല്ല പെർഫോമൻസ്. അവിടെയുള്ള മറ്റു സ്കൂളുകൾ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് അവരെ യാത്ര അയച്ചിട്ടുള്ളത്. അതിലൊരു കുട്ടിക്ക് മുത്തൂറ്റിൽ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ സെലക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി സബ് ജില്ലാ ഗെയിംസിൽ
ഇപ്പോൾ ഒരു കുട്ടി റിസർവിലുണ്ട്, അതേപോലെ തന്നെ ജൂനിയർ കളിക്കാൻ നിൽക്കുന്നു. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ആ സപ്പോർട്ടും പിന്തുണയും വലിയ ഒരു കരുത്താവും. അപ്പോൾ ഞങ്ങൾ സമീപിക്കും, നിങ്ങൾ ഞങ്ങളെ കൈവിടരുത് എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അദ്ദേഹം നേരത്തോടെ പരാമർശിച്ചു, ഹാഫ് ടൈം വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നു. അത് അദ്ദേഹത്തോട് തന്നെ പലപ്പോഴും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം ക്യാമ്പുകളിൽ എപ്പോഴും ഉസ്മാൻ കോയ സാറും വിക്രമഞ്ജന സാറും ഞങ്ങളാ പരിസരവാസികളായതുകൊണ്ട് അവിടെ നിന്നൊരു 11 ടീമിനെ തൽക്കാലം തട്ടിക്കൂട്ടിയിട്ട് ഈ ക്യാമ്പ് ടീമിലേക്ക് മാച്ച് കളിക്കാറുണ്ട്. അന്ന് കളിച്ചാൽ എപ്പോഴും ഉണ്ടാവാറ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫുൾ ടീം കളിപ്പിക്കും, സെക്കൻഡ് ഹാഫിൽ ഉസ്മാൻ കോയ സാറ് പുതിയൊരു ടീമിനെ കളിപ്പിക്കും. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ 2 എണ്ണമൊക്കെ കൺസീഡ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ വയറ് നിറച്ച് കിട്ടും. അവിടെയാണ് നമ്മുടെ സ്റ്റാമിന പ്രശ്നം. ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യം നന്ദി പറയാന്നുള്ളതാണ്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്ത ഷർഫലി സാർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ അക്കാഡമിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ അക്കാഡമിയുടെ ചീഫ് ഗസ്റ്റും കോച്ചും എല്ലാമായ പോൾ വോസ്നി സാർ, അദ്ദേഹത്തിൻ്റെ മകൻ കീനൻ വോസ്നി, to all our players and supporters, thank you for being a part of this journey. Let us work together to nurture football talent and promote sports excellence in our community. Thank you.